Good afternoon. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? കണ്ടിട്ടുണ്ട്, വായിച്ചു നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കണം. ഓക്കെ, ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോ അതിനകത്ത് നമ്മൾ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? എലമെന്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഏതൊക്കെയാണ്? പോസ്റ്റ്കോബ്, ഷോർട്ട് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് പോസ്റ്റ്കോബ്. ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അതെ, ഓക്കെ. ഓരോ എലമെന്റ്സ് നോക്കാം കേട്ടോ. ഓരോ ലെറ്റേഴ്സും ബഡ്ജറ്റിംഗ് വരെ പറഞ്ഞു. ഫസ്റ്റ് ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള റോൾസ് എന്തൊക്കെയാണ്? അതിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ 3 രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട്. ഇന്റർപേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള റോളുകൾ അതിൽ എന്തൊക്കെയാണ്? ഇന്റർപേഴ്സണൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാ? ഒരു വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ റോളുകളില് ഫിഗർ ഹെഡ്. ഫിഗർ ഹെഡ് എന്ന് വെച്ചാൽ ഒരു തലവനായിരിക്കണം. അല്ലെ? എല്ലാത്തിന്റെയും ഒരു ഹയർ പൊസിഷനിൽ ഇരുന്ന് നമ്മൾ നോക്കാൻ പറ്റുന്ന ഒരു തലവനായിരിക്കണം. ഫിഗർ ഹെഡ്, ഹെഡ് ആയിരിക്കണം, ഒരു തലവനായിരിക്കണം, ഒരു ലീഡർ ആയിരിക്കണം. ലീഡർ, ഒരു നേതാവായിരിക്കണം, എല്ലാത്തിനെയും ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർ ആയിരിക്കണം. ESN എന്ന് പറഞ്ഞ എന്താ? ബന്ധം, എല്ലാവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉള്ള ആളായിരിക്കണം. അത് മൂന്നുമാണ് ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്നത്. അദ്ദേഹം എങ്ങനെയൊക്കെ ആയിരിക്കണം? ഒരു ഹെഡ്, ഒരു പൊസിഷൻ, ഒരു ഹെഡ് ആയിരിക്കണം, ഒരു നേതാവായിരിക്കണം, അതുപോലെ ഒരു ESN, ഒരു മറ്റുള്ള എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം നിലനിർത്തണം. അത് അദ്ദേഹത്തിന്റെ റോളിൽ വരുന്നതാണ് കേട്ടോ. രണ്ടാമത്തെയാണ് ഇൻഫർമേഷണൽ റോൾസ്. ഇൻഫർമേഷണൽ റോൾസിൽ എന്തൊക്കെയാ വരുന്നതൊക്കെ? മോണിറ്റർ, എല്ലാ കാര്യങ്ങളും. ശ്രീകുട്ടി ഇവിടെ പേജ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എത്രയാണ്? ഞാൻ 120 അല്ലെ? ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് 140 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. 120. ഇനി അടുത്തത് ഇൻഫർമേഷണൽ റോൾസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മോണിറ്റർ ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന, നിരീക്ഷകനായിരിക്കണം. ഡിസെമിനേറ്റർ, അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ആളാണ്, പ്രചാരകനായിരിക്കണം. ഒരു റോളാണ് കേട്ടോ. എന്തൊക്കെയാണ്? മോണിറ്റർ ചെയ്യണം. ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്നവൻ. സ്പോക്സ് പേഴ്സൺ എന്ന് വെച്ചാൽ നല്ലൊരു വക്താവായിരിക്കണം, നല്ലൊരു സംസാരിക്കാൻ പറ്റുന്ന, അല്ലെ? ഇതൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാനും അല്ലെ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്? അതിനകത്ത് നിങ്ങൾ നോക്കാം. ഓരോ റോൾസിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്ന് നോക്കാം. ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നത് മോണിറ്റർ, ഡിസെമിനേറ്റർ, പ്രചാരകൻ, അതേ പ്രചരിപ്പിക്കുന്നവൻ, സ്പോക്ക് പേഴ്സൺ, നല്ലൊരു വക്താവായിരിക്കണം, നല്ലവരോട് സംസാരിക്കുന്ന നല്ലൊരു വക്താവായിരിക്കണം, സ്പോക്സ് പേഴ്സൺ. അടുത്തത് അദ്ദേഹത്തിന്റെ ഡിസിഷണൽ റോൾസിൽ വന്ന് നോക്കിയേ. എന്റർപ്രീനിയർ, ചില സംരംഭകനായിരിക്കണം. സംരംഭകൻ. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, ഡിസ്റ്റർബൻസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. റിസോഴ്സ് അലോക്കേറ്റർ, റിസോഴ്സ് അനുവദിക്കുന്ന ആളായിരിക്കണം, റിസോഴ്സ് അലോക്കേറ്റർ. അടുത്ത് നോക്കിയേ, നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചർച്ചാകാരനായിരിക്കണം. ചർച്ചാകാരൻ. എന്തൊക്കെയാ? എന്റർപ്രീനിയർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ. അങ്ങനെ 3 റോൾസ് ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നുള്ള രീതിയിൽ നോക്കുക. ഇൻഫർമേഷൻ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡിസിഷണൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇന്റർപേഴ്സണൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യാത്തത് അതനുസരിച്ച് നോക്കിയിരിക്കുക.
ഇനി അടുത്തത് സ്കിൽസ് നീഡഡ്. ഒരു അഡ്മിനിസ്ട്രേറ്ററിന് എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്? ആവശ്യമായിട്ടുള്ള കഴിവുകൾ. ടെക്നിക്കൽ സ്കില്ല് വേണം, ഹ്യൂമൻ സ്കില്ല് വേണം, കോൺസെപ്ച്വൽ സ്കില്ല് വേണം. കൺസെപ്ച്വൽ സ്കില്ല് ഓക്കെ, എന്തൊക്കെയാന്ന് നോക്കിയേ. അതായത് മനസ്സാ കാണുക എന്നുള്ളൊരു വേർഡാട്ടോ കൺസെപ്ച്വൽ എന്ന് പറയുന്നത്. ഒരു മനസ്സാ മുൻകൂട്ടി കാണാനായിട്ട് അങ്ങനെയുള്ള ഒരു കഴിവ് വേണം. ഓക്കെ, ടെക്നിക്കൽ സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ആ ഒരു പ്രത്യേക മേഖലയിൽ അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരിക്കണം, അദ്ദേഹം നല്ലൊരു എക്സ്പേർട്ട് ആയിരിക്കണം. അതാണ് ടെക്നിക്കൽ സ്കില്ലിൽ പറയുന്നത്. എക്സ്പേർട്ട്, വൈദഗ്ധ്യം വേണം. നോളജ് ആൻഡ് എക്സ്പേർട്സ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ഹ്യൂമൻ സ്കിൽസ് നോക്കിയേ, ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ള ആളുകളുമായിട്ട് പ്രവർത്തിക്കാനുള്ള എന്താണ് ഒരു കഴിവ് വേണം. അതാണ് ഹ്യൂമൻ സ്കിൽസ് എന്ന് പറയുന്നത്. ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ, പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് വേണം. അടുത്തതാണ് കൺസെപ്ച്വൽ സ്കിൽസ്. The capacity to think, ചിന്തിക്കാനുള്ള കഴിവ്. And it is about the abstract and complex situation which concern the organization. അതായത് നമ്മുടെ ആ ഒരു സംഘടനയിലെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ, ഓർഗനൈസേഷനെ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സിറ്റുവേഷൻസ്, അതേക്കുറിച്ച് ചിന്തിക്കാനും അതേക്കുറിച്ച് നമ്മൾ ആ കാര്യങ്ങൾ മുൻകൂട്ടി നിഗൂഢമായിട്ടുള്ള കാര്യങ്ങള് മുൻകൂട്ടി കാണാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് വേണം. അതാണ് കൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കുക, അവിടെ 3 സ്കിൽസ് അവിടെ നോക്കി വെക്കുക. എന്തൊക്കെ സ്കിൽസ് വേണം? ടെക്നിക്കൽ സ്കിൽസ് വേണം, ഹ്യൂമൻ സ്കിൽസ് വേണം, കൺസെപ്ച്വൽ സ്കിൽസ് വേണം. ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ആ ഒരു പ്രത്യേക മേഖലയിൽ അദ്ദേഹത്തിന് നല്ല അറിവും അതുപോലെ നല്ല വൈവിധ്യം വേണം. വൈദഗ്ധ്യം, എക്സ്പേർട്ട് ആയിരിക്കണം. പിന്നെ എന്താണ്? മറ്റുള്ള ആളുകളുമായിട്ട്, രണ്ടാമത്തെ ഹ്യൂമൻ സ്കില്ലില് മറ്റുള്ള ആളുകളുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു നല്ലൊരു കഴിവ് വേണം. പിന്നെ കൺസെപ്ച്വൽ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ, കപ്പാസിറ്റി ടു തിങ്ക്, ചിന്തിക്കാനും പിന്നെ അതുപോലെ ആ ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്ന സങ്കീർണമായിട്ടുള്ള പല സാഹചര്യങ്ങളും അതിനെ എന്ത് ചെയ്യാ, അതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. ഇനി അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു പാരഗ്രാഫ് ആണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ സ്കിൽസ് ഏതൊക്കെയാണ് 3 അണ്ടർലൈൻ ചെയ്തിട്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. എന്താണ് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ആ ഡിപ്പാർട്ട്മെന്റ് സുഗമമായി നടത്തുക. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റലിന്റെ ഭരണമാണ് അല്ലെ. എന്തിനാ? is all about running the department in a smooth manner. ഡിപ്പാർട്ട്മെന്റ് സുഗമമായി നടത്തുക. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. Hospital administration is all about running the department in a smooth manner. Although some roles may involve different patient care, many hospital administrators maintain little to no patient contact. Okay, and അവരുടെ ചില റോൾസിൽ അതായത് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ അവർക്ക് ഉൾപ്പെടാമെങ്കിലും അതായത് നേരിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ വരുന്നില്ല. അവരത് എന്താ പറയാ, അതിനെ സപ്പോർട്ട് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് ആണ് ഇപ്പൊ ഡോക്ടേഴ്സ് നേഴ്സൊക്കെയാണ് നമുക്ക് നേരിട്ട് രോഗി പരിചരണം നൽകുന്നത്. അവരെ എന്ത് ചെയ്യുന്നു? അവര് അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി കാര്യങ്ങള് ഇതെല്ലാം ചെയ്തു കൊടുക്കുക. അതാണ് ശരിക്കും അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഡയറക്റ്റ് പേഷ്യന്റ് കെയർ അദ്ദേഹത്തിന്റെ റോൾസിൽ ഉൾപ്പെടാമെങ്കിലും പക്ഷെ മെനി അഡ്മിനിസ്ട്രേഷൻ little to no patient contact. മിക്ക അഡ്മിനിസ്ട്രേറ്റർമാരും എന്താണ് നേരിട്ടുള്ള ഒരു പേഷ്യന്റ് കെയറിൽ വരുന്നില്ല അല്ലെ. അതായത് പേഷ്യന്റുമായി വളരെ കുറച്ച് സമ്പർക്കം മാത്രമേ അവർ പുലർത്തുന്നുള്ളൂ. അതായത് ഡയറക്റ്റ് പേഷ്യന്റ് കെയറിൽ അവർ ഡയറക്റ്റ് ഇൻവോൾവ് അല്ല. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചില റോൾസിൽ നേരിട്ടുള്ള പേഷ്യന്റ് കെയർ വരാം,
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ വരാമെങ്കിലും എന്താണ് മിക്ക അഡ്മിനിസ്ട്രേറ്റർമാരും എന്താണ് പേഷ്യൻസിനുമായിട്ട് അധികം കോണ്ടാക്ട് ഇല്ല, അതായത് വളരെ കുറച്ച് സമ്പർക്കം മാത്രമേ വരുന്നുള്ളൂ. They may have a variety of responsibilities. അല്ലെ, അവർക്കപ്പൊ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ളത് അത് അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാ? ലൈക്ക് മാനേജിങ് ഫിനാൻസ്, അവിടുത്തെ ഫിനാൻസ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അണ്ടർലൈൻ ചെയ്തേ, മാനേജിങ് ഫിനാൻസ്. Then ensuring the departments meet regulatory needs and hiring high quality staff. Ensuring എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. The department needs, ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള് അല്ലെ, അവരുടെ നിയന്ത്രിതമായിട്ടുള്ള ആവശ്യങ്ങള്, ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങള് പരിപാലിക്കുക, അത് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഹൈ ക്വാളിറ്റി സ്റ്റാഫിനെ നിയമിക്കുക. ഹയറിംഗ്, ഹയർ ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക. ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ് ആണ് ഇത്. അപ്പൊ മാനേജിങ് ഫിനാൻസ്, രണ്ടാമത്തെ എന്താ? ഹയറിംഗ് high quality staff. This professional can find work in variety of health organization. അല്ലെ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്താ പല തരത്തിലുള്ള ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളിലും ഒക്കെ അവർക്ക് വർക്ക് ചെയ്യാം. വിച്ച് കൺസിസ്റ്റ് ഓഫ്, അപ്പൊ അവർക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാം നോക്കിയേ? ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്കുകളിൽ വർക്ക് ചെയ്യാം, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസികളിലും അവർക്ക് വർക്ക് ചെയ്യാം. അതും അണ്ടർലൈൻ ചെയ്തിട്ടേ. രണ്ട് കാര്യങ്ങൾ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക പാരഗ്രാഫില്. പിന്നെ നമ്മൾ പറഞ്ഞത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാ പറഞ്ഞത്. രണ്ട് കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. ഫിനാൻസ് മാനേജ് ചെയ്യുക, പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? ഹൈ ക്വാളിറ്റിയിലുള്ള സ്റ്റാഫിനെ നിയമിക്കുക. ഇനി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഈ പ്രൊഫഷണൽസ് പല ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലും അവർക്ക് ജോലി കണ്ടെത്താൻ പറ്റും. എവിടേക്കാ? ദിസ് കൺസിസ്റ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്കുകളിൽ വർക്ക് ചെയ്യാം, കോർപ്പറേഷൻ ഗവൺമെന്റ് ഏജൻസികളിലും ഒക്കെ അവർക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത നോക്കി, ഇതെല്ലാം അതൊക്കെ തന്നെയാ പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ healthcare facility to make sure that they function as a whole. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Who coordinate all the department within a healthcare facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഡാഷ് കോർഡിനേറ്റ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്ന? ആരാ? ഏകോപിപ്പിക്കുക, ഒരുമിച്ച് കൊണ്ടുപോവുക. ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ്, എന്ത് ചെയ്യണം? അതിന് എന്ത് ഉറപ്പുവരുത്താം? ഫംഗ്ഷൻസ്, മൊത്തത്തില് അവിടുത്തെ ഫംഗ്ഷൻസ് അത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, their proficiency. പ്രൊഫഷൻസി എന്ന് പറഞ്ഞാൽ പ്രാവീണ്യം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. Their proficiency is needed to execute. എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കുക. പ്ലാൻ, ആസൂത്രണം ചെയ്യുക. ഓർഗനൈസ്, സംഘടിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യുക. ഡയറക്ടർ, അവരെ മേൽനോട്ടം വഹിക്കുക. മോണിറ്റർ, നിരീക്ഷിക്കുക. The outcomes of medical and health services. അപ്പൊ അവരുടെ പ്രൊഫിഷ്യൻസി, അവരുടെ പ്രാവീണ്യം എന്തിനൊക്കെ ആവശ്യമാണ്? എന്തിനൊക്കെയാ? എക്സിക്യൂട്ട്, പ്ലാൻ, ഓർഗനൈസ്, ഡയറക്ട് ആൻഡ് മോണിറ്റർ ദ ഔട്ട്കം ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്. മെഡിക്കൽ ഹെൽത്ത് സർവീസിന്റെ ഔട്ട്കം അത് മോണിറ്റർ ചെയ്യാൻ, അത് ഡയറക്ട് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ അവരുടെ പ്രാവീണ്യം ആവശ്യമാണ്. So the role of the hospital administrator differs from one institution to the next. Then duties most often include. അവരുടെ റോൾസ് വ്യത്യാസപ്പെടാന്നാ പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ റോൾസ് വ്യത്യാസപ്പെടാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിലിപ്പോ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ റോൾസ് ആവണമെന്നില്ല വേറെ സ്ഥാപനത്തിന്. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബേസ് ചെയ്തിട്ട് അവരുടെ റോൾസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾസിൽ വ്യത്യാസം വരാം. Okay, then the duties most include, അതായത് ഡ്യൂട്ടീസിൽ
പലപ്പോഴും ഉൾപ്പെടുന്നവയാട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചുള്ള പോയിന്റ്സുകൾ കേട്ടോ, അത് ചോദിക്കാറുണ്ട് എക്സാമിന്. ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് which of the following is included in the duties of hospital administrator? എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് നോക്കിയേ. Serving as contact among governing board, medical staff and department head. ഈ ആർക്കൊക്കെയാണ് ഗവൺ ചെയ്ത് നിയന്ത്രിക്കുന്ന ബോർഡുകള്, ഹോസ്പിറ്റലിലേക്ക് നിയന്ത്രിക്കുന്ന ബോർഡുകള്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവർക്കിടയിൽ ഒരു കോണ്ടാക്ട്, എന്നിവർക്കിടയിൽ ഒരു സമ്പർക്കം പുലർത്തുക. ഗവർണിംഗ് ബോർഡ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവർക്കിടയിൽ ഒരു സമ്പർക്കം പുലർത്തുക. റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നേഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് എന്താണ്, നിയമന പ്രക്രിയ ആണല്ലേ. അതായത് നമ്മൾ ഒരു ഒഴിവുള്ള പൊസിഷനിലേക്ക് ആളുകളെ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റ് നടത്തുന്നു അല്ലെ. റിക്രൂട്ട് ടീമിന് അതിലേക്ക് ചേർക്കുക അല്ലെ, അതിലേക്ക് എടുക്കുക എന്നുള്ള മീനിങ് ആണ്. റിക്രൂട്ടിംഗ്, ഹയറിംഗ് ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക. ആൻഡ് അസസിംഗ് നേഴ്സസ്, അസസ് ചെയ്യുക, നേഴ്സിനെ, ഡോക്ടറിനെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ എന്നിവയിലേക്ക് വിലയിരുത്തുക, അവരെ നിയമിക്കുക, റിക്രൂട്ട് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആട്ടോ. അത് ഇതിനകത്ത് ഇപ്പൊ നമുക്ക് എന്താ, ഇതിനകത്ത് ഓരോ പോയിന്റിലും ഹൂ ഇട്ടിച്ച് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡ്യൂട്ടീസ് പറഞ്ഞോട്ടോ, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നേഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. അടുത്ത നോക്കിയേ, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസസ് ആസ് ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക, ഡയറക്റ്റ് ചെയ്യുക, നിർദ്ദേശം മേൽനോട്ടം വഹിക്കുക, കൺട്രോളിംഗ് നിയന്ത്രിക്കുക, ആൻഡ് കോർഡിനേറ്റിംഗ് ഏകോപിപ്പിക്കുക. സർവീസസ് ആസ് ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശപ്രകാരം സർവീസ്, അവരുടെ സേവനങ്ങളെ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ചോദിക്കാം, ഹു ഈസ് ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസസ് ഓഫ് ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. ഇതെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന, നിയന്ത്രിക്കുക, ഡയറക്റ്റ് ചെയ്യുക, സംഘടിപ്പിക്കുന്നതൊക്കെ ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. Supervising the creation and implementation of programs and policies for the patient services, quality assurance, public relation outreach, and departmental activities. നമുക്ക് അടുത്ത സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാം ആൻഡ് പോളിസീസ് ഫോർ ദ പേഷ്യന്റ് സർവീസസ്. പേഷ്യന്റ് സർവീസ്, രോഗി പരിചരണം, രോഗികൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികള്, പ്രോഗ്രാംസ് ഇതൊക്കെ സൃഷ്ടിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക, അതിനുള്ള മേൽനോട്ടം. പിന്നെ അതുപോലെ എന്തൊക്കെ, ക്വാളിറ്റി അഷുറൻസ്, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, പബ്ലിക് റിലേഷന് വേണ്ടിയിട്ട്, ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ, പേഷ്യന്റിന്റെ സർവീസ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് എല്ലാം പറയണം. For the patient services, quality assurance, public relation outreach and departmental activity. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനുള്ള പ്രോഗ്രാമുകളും പോളിസികളും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മേൽനോട്ടം വഹിക്കുക. അപ്പൊ അത്രയും ഫുള്ളായിട്ട് നോക്കണമെന്നില്ല, ഇത്രയൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. സൂപ്പർവൈസിംഗ് the creation and the implementation of programs and policies. Okay. അടുത്ത നോക്കിയ അഡ്വാൻസിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ റിസർച്ച് ഹോസ്പിറ്റൽ. അഡ്വാൻസിംഗ് എന്ന് പറഞ്ഞാൽ മുന്നേറുക, എക്സ്പാൻഡിംഗ് വികസിപ്പിക്കുക, പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് പ്രോഗ്രാമുകൾ, സേവനങ്ങൾ എന്തിനു വേണ്ടി? ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ റിസർച്ച് ഹോസ്പിറ്റൽ. സയന്റിഫിക് റിസർച്ച്, പ്രിവെന്റീവ് മെഡിസിൻസ് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണത്തിനും പ്രിവെന്റീവ് മെഡിസിൻസിനും വേണ്ടിയുള്ള പ്രോഗ്രാംസുകളും അതിനു വേണ്ടിയിട്ടുള്ള സർവീസുകളും ഇത് എക്സ്പാൻഡ് ചെയ്യുകയും അതിന് മുന്നേറുകയും ചെയ്യുക.
അഡ്വാൻസിങ്, ഡെവലപ്പിംഗ്, മുന്നേറുക എന്നുള്ള മീനിങ് ആട്ടോ. ആൻഡ് എക്സ്പാൻഡിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. എന്തിനു വേണ്ടി? ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ. അപ്പൊ അത്രയാണ് അവിടെ റോൾസ് പറഞ്ഞേക്കുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മുടെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് 5 പോയിന്റ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം നോക്കി വെക്കുക കേട്ടോ. ഗവർണിംഗ് ബോർഡ്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവരുമായിട്ട് ഒരു സമ്പർക്കം വേണം. പിന്നെ നമ്മൾ ഡോക്ടേഴ്സിനെ, നേഴ്സിനെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ഒക്കെ റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, അസസ് ചെയ്യുക, അവരെ വിലയിരുത്തുക. ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരമുള്ള സേവനങ്ങള് അതിനെ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. പ്രോഗ്രാംസും പോളിസികളും പേഷ്യന്റ് സർവീസിന്, ക്വാളിറ്റി അഷുറൻസിന്, പബ്ലിക് റിലേഷന് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക. അതിനുള്ള മേൽനോട്ടം, സൂപ്പർവൈസിംഗ് ആ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് അഡ്വാൻസിങ്, മുന്നേറുക, എക്സ്പാൻഡിങ്, വികസിപ്പിക്കുക, പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. ഓക്കെ, പോയിന്റ്സുകൾ നോക്കി വെക്കാം. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ have to stay current on the laws and regulation that affect the healthcare for hospital industry as well as medical and technological progress. ഒരു ഹെൽത്ത് കെയറിനെയോ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിനെയോ അതുപോലെ തന്നെ എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള, അതായത് ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരവും സാങ്കേതികമായിട്ടുള്ള ഒരു പുരോഗതിയെ ബാധിക്കുന്ന രീതിയിലുള്ള, അഫക്റ്റ് ചെയ്യുന്ന, ഹെൽത്ത് കെയർ ഓർ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിനെ അഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും നിയമങ്ങളിലോ ചട്ടങ്ങളിലോ ഒക്കെ ഈ അഡ്മിനിസ്ട്രേറ്റർമാർ സ്റ്റേ ചെയ്യണം, അതിൽ നിലനിൽക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തിനു നിലനിൽക്കണം എന്നാ പറഞ്ഞേക്കണേ? ലോസ് ആൻഡ് റെഗുലേഷൻസ് that affect the health care of the hospital industry. ഒരു ഹെൽത്ത് കെയറിനെയോ ഒരു ഹോസ്പിറ്റൽ വ്യവസായത്തേക്ക് അഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ലോസ് ആൻഡ് റെഗുലേഷൻസില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് നിലനിൽക്കണം. as well as medical and technological process. As a business leader, hospital administrator must oversee. ഇതും ചോദിക്കാം കേട്ടോ, ഇങ്ങനെ തന്നെ സെന്റൻസ് ചോദിക്കാം. ആസ് എ ബിസിനസ് ലീഡർ, ഒരു ബിസിനസ് ലീഡർ എന്ന നിലയില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്താ ഓവർസീസ്, മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തിലും നിലനിൽക്കുന്ന പറഞ്ഞേക്കണത്? ലോസ് ആൻഡ് റെഗുലേഷൻസ് that affect the healthcare or hospital industry. ഒരു ഹെൽത്ത് കെയറിനെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വ്യവസായത്തെയൊക്കെ ബാധിക്കുന്ന ലോസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളിലും നിയന്ത്രണങ്ങളിലും ഒക്കെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഉറച്ചു നിൽക്കണം. ഇനി ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ്. ബിസിനസ് ലീഡർ, ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോങ് ടേം പ്ലാനിങ്, ദീർഘകാല ആസൂത്രണം. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. ആസ് എ ബിസിനസ് ലീഡർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീസ് പറഞ്ഞുകൊണ്ട് ABC ഓപ്ഷൻ ആയിട്ട് ചോദിക്കാം. ലോങ് ടേം പ്ലാനിങ്, ദീർഘകാല ആസൂത്രണം. ലോങ് ടേം പ്ലാനിങ് 1-2 ദിവസത്തേക്കല്ല, അല്ല, ദീർഘകാല ആസൂത്രണം. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, പ്രവർത്തന ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ബഡ്ജറ്റുകളും. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, പ്രവർത്തന ലക്ഷ്യങ്ങളും ബഡ്ജറ്റുകൾക്കും വേണ്ടി. Then the systematic delivery of medical services, മെഡിക്കൽ സേവനങ്ങളുടെ സിസ്റ്റമാറ്റിക് ഡെലിവറി, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള വിതരണം. The systematic delivery of medical services, മെഡിക്കൽ സേവനങ്ങളുടെ ചിട്ടയായിട്ടുള്ള വിതരണം. Then അടുത്ത നോക്കി എന്താണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ട് സാമ്പത്തികപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യുക.
Then hospital policy changes. Hospital policy ഉണ്ടാകുന്ന മാറ്റങ്ങൾ. Hospital policy changes. Hospital policy ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ടതാണ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. അവിടെ ABC ഓപ്ഷൻ ഇട്ടിട്ട് ഏതെങ്കിലും ചോദിക്കാം കേട്ടോ. ലോങ് ടൈം പ്ലാനിങ്, operating objectives and budget, the systematic delivery of medical services, അടുത്ത നോക്കിയ ഫിനാൻഷ്യൽ റിപ്പോർട്ട്, സാമ്പത്തികപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്. ക്ലിയർ ആണോ? ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്. ജസ്റ്റ് വേറെ ഒന്നുമില്ല, നിങ്ങൾ ആ പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. ആ സെന്റൻസ് ഇവിടെ ഈ ഒരു സെന്റൻസ് അതിൽ കൂടി നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ ക്വസ്റ്റിനും അവിടെ കിടക്കണ്ടേ. പിന്നെ വേറെ നോക്കണത് ഇവിടെ ഞാൻ ബോൾഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ക്വസ്റ്റ്യൻ ആയിട്ട് അത് താഴെ ആ പോയിന്റ്സുകൾ. ഓക്കെ, ഇനി അടുത്തത് their strong interpersonal skills are needed. അവരുടെ ശക്തമായിട്ടുള്ള ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസ് ആവശ്യമാണ്. എന്തിനാ? when overseeing എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക, overseeing and mentoring എന്ന് പറഞ്ഞാൽ മാർഗനിർദ്ദേശം നൽകുക. മേൽനോട്ടത്തിനും മാർഗനിർദ്ദേശം നൽകുന്നതിനും staff interacting with the community and cooperating with the governing board. ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട്, ഒരു സമൂഹവുമായി ഇടപെടുന്ന ജീവനക്കാരെ, സ്റ്റാഫിനെ മേൽനോട്ടം വഹിക്കുകയും അതുപോലെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും അതുപോലെ ഗവേണിംഗ് ബോർഡ് ഭരണസമിതിയുമായിട്ട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ഒരു സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആവശ്യമാണ്. എന്താ പറഞ്ഞേക്കുന്നത്? എന്തിനാണ് അത്? ആ ഒരു സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് നമ്മൾ പറഞ്ഞില്ല അതിന് മുന്നേ. ഓരോ സ്കിൽസുകൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, 3 അവിടെ സ്കിൽസുകൾ. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിന്റെ ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞ നമ്മളവിടെ, ഇൻഫർമേഷണൽ റോൾസ്, ഡിസിഷണൽ റോൾസ് എന്ന് പറഞ്ഞു അല്ലേ. ഇതിനകത്ത് ഓക്കെ ആ ഇന്റർപേഴ്സണൽ ആ സ്കിൽസ് എന്തിനാവശ്യമാണെന്നാ പറഞ്ഞേക്കുന്നത്? ഒരു സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, ഇടപെടുന്ന സ്റ്റാഫിനെ മേൽനോട്ടം വഹിക്കുന്നതിനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നതിനും പിന്നെ ഗവേണിംഗ് ബോർഡുമായിട്ട് സഹകരിക്കുന്നതിനും, കോപ്പറേറ്റിംഗ് വിത്ത് ഗവേണിംഗ് ബോർഡ് ഭരണസമിതികളുമായിട്ട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് വേണം? അവർക്ക് സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആവശ്യമാണ്. അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബാണ്. ഇനി എന്തൊക്കെയാണ്? ഇതും എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് കേട്ടോ. In beside to the hospital, which may range from small community hospital to massive multi-hospital system, these healthcare administrator may also work for. അതായത് നമുക്ക് ചെറിയ ഹോസ്പിറ്റൽ മുതൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയൊക്കെ ജോലി ചെയ്യാം? അതായത് ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ വലിയ മൾട്ടി ഹോസ്പിറ്റൽ സംവിധാനം വരെയുള്ള ഹോസ്പിറ്റലുകൾക്ക് പുറമെ ഈ അഡ്മിനിസ്ട്രേറ്റർ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഓൾസോ വർക്ക് ഫോർ, ഈ സ്ഥലങ്ങളിൽ കൂടി വർക്ക് ചെയ്യാം. മനസ്സിലാക്കി വെക്കാം. ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ വലിയ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം, മാസീവ് മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം, വലിയ നമ്മുടെ മൾട്ടി ഹോസ്പിറ്റൽ സംവിധാനം വരെയുള്ള ഹോസ്പിറ്റല്, അതിന് പുറമെ അല്ല ഇൻ ബിസൈഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന് പുറമെ the health care administrator may also work. എവിടെയൊക്കെ വർക്ക് ചെയ്യാം? ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. In beside the hospital, the health care administrator may also work for dash. എവിടെയൊക്കെ വർക്ക് ചെയ്യാം? Rehabilitation facilities. എന്താ rehabilitation facilities? പുനരധിവാസ സൗകര്യങ്ങള്, rehabilitation centers ഒക്കെ ഇല്ലേ? റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ അങ്ങനെയുള്ളടത്ത് വർക്ക് ചെയ്യാം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇങ്ങനെ കുറച്ച് കെയർ ഒക്കെ, ട്രീറ്റ്മെന്റും അതിന്റെ ഒപ്പം തന്നെ അവർക്ക് കെയർ ഒക്കെ കൊടുക്കുന്ന പുനരധിവാസ കേന്ദ്രങ്ങള്, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം. ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്,
ambulatory care എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഔട്ട്സൈഡ് ദ ഫെസിലിറ്റി ഔട്ട്പേഷ്യന്റ് സർവീസുകൾ കേട്ടോ. ചെക്കപ്പുകള്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് തുടങ്ങിയ ambulatory health care facilities that provide outpatient medical സർവീസുകൾ അതാണ് ആംബുലറ്ററി കെയർ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. ഔട്ട്പേഷ്യന്റ് സർവീസുകൾ, ഔട്ട്പേഷ്യന്റ് സർവീസ് ആണ് ആംബുലറ്ററി കെയർ സർവീസ്. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്, ആംബുലറ്ററി കെയർ എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിന് ഔട്ട്പേഷ്യന്റ് സെറ്റിംഗ്സിന് പുറമെ കൊടുക്കുന്ന കേട്ടോ. കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട്പേഷ്യന്റ് സെറ്റിംഗ്സ്. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ പല ഡോക്ടർമാരൊക്കെ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യില്ലേ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, അതാണ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. പല ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് അവിടെ വർക്ക് ചെയ്യാം. ഹോസ്പിസ് സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. ഹോസ്പിസ് സെന്റേഴ്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചല്ലേ. ഹോസ്പിസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഹോസ്പിറ്റൽ, ഹോട്ടൽ, ഹോസ്പിസ് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ. എന്താണ് ഹോസ്പിസ് സെന്റേഴ്സ്? ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ് അല്ലെ. ട്രീറ്റ്മെന്റും അതിനൊപ്പം തന്നെ വയസ്സായ ആളുകളും ഒക്കെ അവരുടെ ജീവിത അവസാനത്തില് ട്രീറ്റ്മെന്റിന് പുറമെ അവർക്ക് സൗകര്യം, സുഖവും അല്ലെ, സന്തോഷമൊക്കെ കൊടുക്കുക. അങ്ങനെയുള്ള സെന്റേഴ്സ് ആണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ അവർക്ക് വർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം. ഫിസിഷ്യൻ ഓഫീസസിന്റെ ഓഫീസുകളിൽ വർക്ക് ചെയ്യാം. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, വീട്ടിലൊക്കെ ലോങ് ടൈം കെയർ ഒക്കെ കൊടുക്കുന്ന നമ്മള് റെസിഡൻഷ്യൽ വീട്ടിലൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ അങ്ങനെ പേഷ്യൻസിന്റെ വീട്ടിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കുന്ന ഇത് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റികളിൽ അവർക്ക് വർക്ക് ചെയ്യാം. ഹോം ഹെൽത്ത് കെയറില്, ഹോം ഹെൽത്ത് കെയർ അത് തന്നെ കേട്ടോ. അതായത് വീട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ കൊടുക്കുന്നത്. ലോങ് ടൈം കെയർ കൊടുക്കുന്നതാണ് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്. ഹോം ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വീട്ടിലൊക്കെ പോയി, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഫാമിലി ഡോക്ടേഴ്സ്, അപ്പൊ അവർക്കിടെയൊക്കെ ഇതിനകത്തോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം അതാ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്, നിയന്ത്രിത പരിചരണ സംഘടനകൾ, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും ചോദിക്കൂല, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നോക്കി വയ്ക്കാം. ഹോസ്പിറ്റലിന് പുറമെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയെല്ലാം വർക്ക് ചെയ്യാം. ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ, ഓപ്ഷൻസ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് വരുന്നതാണോ എന്ന് നോക്കിയാൽ മതി നിങ്ങൾ. എവിടെയൊക്കെ ഹോസ്പിറ്റലിന് പുറമെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞേ? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യാം, ആംബുലറ്ററി കെയർ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസുകളിൽ വർക്ക് ചെയ്യാം, ഹോസ്പിസ് സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം, ഫിസിഷ്യൻ ഓഫീസസിൽ വർക്ക് ചെയ്യാം, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം, ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസിലൊക്കെ വർക്ക് ചെയ്യാം. അപ്പൊ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇത് ഏതാണോ അങ്ങനെ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി മനസ്സിലാക്കി വെച്ചാൽ. ക്വസ്റ്റ്യന് ഇതിനകത്ത് ഹോസ്പിറ്റലിന് പുറമെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് എവിടെയൊക്കെ വർക്ക് ചെയ്യാം, ഏതൊക്കെയാണെന്നുള്ള സ്ഥലങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. നോക്കിയേ, hospital administrator at a larger facility may work in a specific clinical area like cardiology, surgery, neurology, obstetrics and nephrology. Underline ചെയ്തോട്ടെ. ലാർജർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടേക്ക് വർക്ക് ചെയ്യാം? സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ, പ്രത്യേക ക്ലിനിക്കൽ ഏരിയകളിൽ വർക്ക് ചെയ്യാം. അതായത് എവിടേക്കാ? കാർഡിയോളജിയിൽ വർക്ക് ചെയ്യാം. കാർഡിയോളജി എന്താ? ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള ഇതല്ലേ കാർഡിയോളജി. സർജറി സെക്ഷനില്, ന്യൂറോളജി, ന്യൂറോളജി എന്താ? നെർവ്സിനെ കുറിച്ചുള്ള അല്ലെ, നെർവ്സ്. ഒബ്സ്റ്ററ്റിക്സ് എന്താ? പ്രസവ നെർവ്സിസ്റ്റ് ആണ്. ഒബ്സ്റ്ററ്റിക്സ് പ്രസവ ചികിത്സ. ആൻഡ് നെഫ്രോളജി, നെഫ്രോളജി ചികിത്സകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്ലിനിക്കൽ ഏരിയകളിൽ, പ്രത്യേക ക്ലിനിക്കൽ ഏരിയകളിൽ വർക്ക് ചെയ്യാം. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ.
ലാർജർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പ്രത്യേക ക്ലിനിക്കൽ ഏരിയകളിൽ ഏതൊക്കെ കാർഡിയോളജി, സർജറി, ന്യൂറോളജി, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് നെഫ്രോളജി തുടങ്ങിയ സ്പെഷ്യൽ ക്ലിനിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് സ്മോളർ ഫെസിലിറ്റി, ഇനി ചെറിയ സ്മോളർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയാ മേ സൂപ്പർവൈസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും. ലൈക്ക് ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യണം. Hospital administrator at a smaller facility may supervise different departments. പല ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യണം. സൂപ്പർവൈസ് ഡാഷ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവിടെ ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് ആണ്. PERSONNEL പേഴ്സണൽ സ്റ്റാഫ്. ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾക്ക് വർക്ക് ചെയ്യാം. രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ലാർജർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പ്രത്യേക ക്ലിനിക്കൽ ഏരിയകളിൽ വർക്ക് ചെയ്യാം. സ്മോളർ ഫെസിലിറ്റിയിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാര് പല ഡിപ്പാർട്ട്മെന്റുകളുടെയും സൂപ്പർവൈസർ മേൽനോട്ടം വഹിക്കണം. ഏതൊക്കെയാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പേഴ്സണൽ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫാണ്. ഇതിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കണം. ഇനി ഇവിടെ നമ്മള് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തൊക്കെ പൊസിഷൻ അവർക്ക് നിർവഹിക്കാം, ഇതെല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. ഈ റോൾസിലും ഈ ഒരു പൊസിഷനും ഒക്കെ അവർക്ക് നിർവഹിക്കാം. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ ഒരു പൊസിഷൻ നിർവഹിക്കാം. അതും നിങ്ങൾ ആ പോയിന്റ് ഫുള്ള് നോക്കി വെക്കണം കേട്ടോ. ഏതൊക്കെ പൊസിഷൻ നിർവഹിക്കാം. അതിനകത്ത് ആദ്യത്തെ 3 എണ്ണത്തിലും എക്സ്പാൻഡഡ് ഫോം ചോദിച്ച് കാണാറുണ്ട്. ഫസ്റ്റ് 3 എണ്ണത്തിന്റെ എക്സ്പാൻഡ് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. ബാക്കി നിങ്ങൾ ആ പോയിന്റ്സുകൾ മാത്രം നോക്കിയാൽ മതി. എവിടെയൊക്കെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഏതൊക്കെ പൊസിഷൻ നിർവഹിക്കാം. ഓക്കെ. പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ പ്രസിഡന്റ്, ഈ ഒരു പൊസിഷൻ അവർക്ക് നിർവഹിക്കാം. അതിനകത്ത് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം സിഇഒ. എന്താണ് സിഇഒ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഇതിനകത്ത് 3 എണ്ണം മാറിയൊക്കെ ചോദിച്ച് കാണാറുണ്ട്. സിഇഒ, എക്സ്പാൻഡ് സിഇഒ റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഏതാണ്? അതേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഏതാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. ഇനി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ COO. എക്സ്പാൻഡഡ് ഫോം നോക്കുക കേട്ടോ. COO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഈ ഒരു പൊസിഷൻ നിർവഹിക്കാം. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഈ ഒരു പൊസിഷൻ നിർവഹിക്കാം. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഏതാണ്? CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഈ ഒരു പൊസിഷൻ നിർവഹിക്കാം. 3 എണ്ണത്തിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തിട്ടോ. സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, COO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, then CFO എന്ന് പറഞ്ഞ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഇനി ഇത് കൂടാതെ നോക്കി അവിടെ ഇനി ഏതൊക്കെ പൊസിഷനിൽ അവരൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആ ഒരു പൊസിഷൻ നമുക്ക് നിർവഹിക്കാം. അസോസിയേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ ഒരു പൊസിഷൻ നിർവഹിക്കാം. ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, റിക്രൂട്ട് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, ക്വാളിറ്റിയിലേക്ക് മേൽനോട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ മേൽനോട്ട് വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആ പൊസിഷൻ നിർവഹിക്കാം. കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റർ, കംപ്ലൈന്റ്സ് ട്രെയിനർ, കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റർ ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, ക്ലിനിക്കൽ പ്രവർത്തനങ്ങളുടെ ഡയറക്ടർ,
assistant director of finance, assistant director of finance, then director population health. അതൊരു പോയിന്റ് ആട്ടോ. ടെക്സ്റ്റ് ഒന്ന് നോക്കിയാലേ അങ്ങനെ തന്നെ കിടക്കണേ നോക്കിയാലേ കേട്ടോ. ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്, ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് സർവീസ്, ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്. അടുത്ത പോയിന്റ് ആണ് ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ് എന്ന് പറയുന്നത്. ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ്. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ രണ്ടും ഒരുമിച്ചാണ് കിടക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ എങ്ങനെയാണോ നോക്കുക, ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ് അത് അടുത്ത പോയിന്റ് ആയിട്ടാണ് എഴുതേണ്ടത്. ടെക്സ്റ്റ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയത് കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് താഴേക്ക് അതാക്കിയത്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ബോക്സ് പോലെ അടുത്ത പോയിന്റ് ആവുന്നത് അവിടെ തന്നെ ബുക്ക് ചെയ്ത് വെക്കാം. ഈ പൊസിഷൻസ് ഒക്കെ നിർവഹിക്കാം. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പൊസിഷനുകളെല്ലാം നിർവഹിക്കാം. കണ്ടോ എത്ര പൊസിഷൻസ് ആണ് നോക്കിയേ. ഈ പൊസിഷനിലെല്ലാം അവർക്ക് ഇരിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന് ആ പേരുകള്. നിങ്ങളുടെ ടെക്സ്റ്റ് കറക്റ്റ് ആയിരുന്നോ? അത് അടുത്ത പോയിന്റ് ആയിട്ടാണോ? ലാസ്റ്റ് അല്ല. അപ്പൊ അതൊന്നും പോയിന്റ് ആക്കിക്കോളണം കേട്ടോ. അല്ല, ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത് ഒരെണ്ണം, താഴെ ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ് ഒന്നിച്ചാണ്. അപ്പൊ അത് നിങ്ങളൊരു ഡോട്ട് ഇട്ടാലും മതി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ അടുത്ത ഒരു പൊസിഷൻ ആണത്. ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ് രണ്ട് പോയിന്റ് ആണ്. ഓക്കെ, വേറെ ഡീറ്റെയിൽ ഒന്നും വേണ്ട കേട്ടോ. അതിൽ തന്നെ ഇഷ്ടംപോലെ പഠിക്കാണ്ട്. ഇനി ഓരോരുത്തരും ആരാണെന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ പറയാ, ഇതിനകത്ത് ഈ ഹോസ്പിറ്റലിന് പുറമെ നിങ്ങൾ ഭാരം കുറച്ചില്ലല്ലേ വേണ്ടേ, ഓവർലോഡ് വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നീട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഏതൊക്കെ പൊസിഷനുകൾ നിർവഹിക്കാം, ഇതിനകത്ത് ഏതൊക്കെയാണ്, ഇതിനകത്ത് ഏതെങ്കിലും ഓപ്ഷൻസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാ ഭാഗത്തിനൊന്ന് നോക്കി വെക്കാം. ഈ പൊസിഷന് അവർക്ക് നിർവഹിക്കാം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ഓർമ്മ കിട്ടും. സിഇഒ, സിഒഒ, സിഎഫ്ഒ, ആദ്യത്തെ മൂന്നെണ്ണത്തിന്റെയും എക്സ്പാൻഡഡ് ഫോം മസ്റ്റ് ആണ്. ഇത് പഠിച്ചു വയ്ക്കുക. അത് ചോദിച്ച് കാണാറുണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന്. ഏതെങ്കിലും ആയിട്ട് എക്സ്പാൻഡഡ് ഫോം അവിടെ കാണാറുണ്ട്. പിന്നെ ആ പൊസിഷനുകൾ മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രവർത്തനങ്ങളാണ്, ഫങ്ഷൻസ് ആണ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ജസ്റ്റ് നിങ്ങൾ ആ എന്താണെന്നുള്ളത് നോക്കിയാൽ മതി കേട്ടോ. എന്തൊക്കെ ഫങ്ഷൻസ് ആണെന്നുള്ളത് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒന്നാമത്തെ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് എന്താ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. HRM പഠിച്ചോ നിങ്ങള്? ഹ്യൂമൻ റിസോഴ്സ് തേർഡ് മൊഡ്യൂളിൽ സ്റ്റാഫ് മാനേജ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. അതായത് ഒരു സ്ഥാപനത്തിലുള്ള എംപ്ലോയീസ് അല്ലെ, അവരെ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അതില് ഓരോ പൊസിഷനിലും ഇരിക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ ഓരോരുത്തർ അവിടെ ഹ്യൂമൻ റിസോഴ്സ് വേണം, അവിടെ എംപ്ലോയീസ് വേണം, അല്ലെങ്കിൽ സ്റ്റാഫ് വേണം അല്ലെ, അവരുടെ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. അടുത്തത് നോക്കിയേ, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് പബ്ലിക് റിലേഷൻ, ആ ഒരു പ്രവർത്തനങ്ങള് അല്ലെ, പബ്ലിക്കും ആ ഒരു സ്ഥാപനവുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വേണം. അതിനുള്ള ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ. ഇനി അടുത്ത് നോക്കിയേ, formulation of policies and implementation ensure compliance with the laws. അവിടെ റൂൾ എന്നാട്ടോ ടെക്സ്റ്റ് നോക്കിയാല് റൂൾസ് ആണ്, RULES, നിയമങ്ങള്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. ഓക്കെ, നോക്കിയേ, ഫോർമുലേഷൻ എന്ന് വെച്ചാൽ ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുക. എന്ത്?
പോളിസീസ്, പോളിസികൾ രൂപപ്പെടുത്തുക. ആൻഡ് ഇംപ്ലിമെന്റേഷൻ, അത് നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. Formulation of policies and implementation. പോളിസികള് ഫോർമുലേറ്റ് ചെയ്ത് രൂപപ്പെടുത്തുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. എൻഷുർ, എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. Compliances with the laws, rules, regulations and ethics. ലോസ്, നിയമങ്ങളുടെ, അതുപോലെ റൂൾസ്, റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ, എത്തിക്സ്, ഇതൊക്കെയായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു പാലിക്കല്, ഇതാണ് കംപ്ലൈൻസസ് എന്ന് പറയുന്നത്. അത് ഉറപ്പുവരുത്തുക. Then act as a legal representative of hospital. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടില്ല കേട്ടോ. Who act as legal representative of hospital. ഹോസ്പിറ്റലിലെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതൊരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. അതുകൊണ്ട് അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ. Act as a legal representative of the hospital. ഹോസ്പിറ്റലിലെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. The hospital administrator is accountable to make sure that hospital is abiding എന്ന് വെച്ചാൽ പാലിക്കുക, abiding by the government rules and whether all the statutory needs are met. നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അക്കൗണ്ടബിൾ, അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം. Hospital administrator is accountable to manage, to make sure that എന്ത് ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ ഈസ് അബൈഡിങ്, ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ട് എന്ത്? ഗവൺമെന്റ് റൂളുകള്, സ്റ്റാറ്റ്യൂട്ടറി നീഡ്സ്, നിയമാനുസൃതമായിട്ടുള്ള ആവശ്യങ്ങള്, ഇതെല്ലാരും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഉത്തരവാദിത്തമാണ്. അത് കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ആണ് കേട്ടോ. ഓരോന്നും കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് 4 സെന്റൻസ് ആയിട്ടാണ് ആ ഒരു ഇത് കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? പോളിസികള്, പോളിസീസ് അത് രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുക. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? റൂൾസ്, ലോസ്, റെഗുലേഷൻസ്, എത്തിക്സ്, ഇതൊക്കെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് മൂന്നാമത്തെ എന്താണ് സെന്റൻസ്? ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുക. ഹോസ്പിറ്റലിലെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുക. പിന്നെ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഉത്തരവാദിത്തം എന്താണ്? മേക്ക് ഷുവർ ദാറ്റ്, ഉറപ്പുവരുത്തണം ഹോസ്പിറ്റല് എല്ലാ ഗവൺമെന്റ് റൂൾസും, സ്റ്റാറ്റ്യൂട്ടറി നീഡ്സ്, നിയമാനുസൃതമായിട്ടുള്ള ആവശ്യങ്ങളും ഇതെല്ലാരും അത് പാലിക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. Has the responsibility to supervise all the activities in the hospital. എന്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്? Has the responsibility to supervise all the activities in the hospital. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും അതിനെ മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. Responsibility to supervise all the activities in the hospital. ഓവറോൾ മാനേജ്മെന്റ് അല്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത്? ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഭരണം, ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. അതാ പറഞ്ഞേക്കുന്നത് അവിടെ. സൂപ്പർവൈസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം. Then should make sure that all the staff are aware of the hospital vision and objectives. ഇനി എന്ത് ചെയ്യണം? എന്തുറപ്പുവരുത്തണം? എല്ലാ സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ മിഷൻ, ഹോസ്പിറ്റലിന്റെ ദൗത്യം, വിഷൻ, ലക്ഷ്യങ്ങള്, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള്, വിഷൻ, കാഴ്ചപ്പാട്, വിഷൻ, ദൗത്യങ്ങള്, ഇതെല്ലാത്തിനെ കുറിച്ചും എല്ലാ സ്റ്റാഫുകളും അവെയർ ആണ്. അവർക്ക് ഒരു അവയർനെസ് ഉണ്ട്. ഹോസ്പിറ്റലിന്റെ വിഷൻ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, ഇതിനെ കുറിച്ച് എല്ലാ സ്റ്റാഫുകളും അവെയർ ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും സൂപ്പർവൈസ് ചെയ്യുക.
responsibility to supervise all the activities in the hospital. Hospital എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ എന്താ, should make sure that all staff are aware of the hospital mission and objectives. ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും എന്തായിരിക്കും, അവെയർ ആയിരിക്കാം ഹോസ്പിറ്റലിന്റെ മിഷൻ, ഹോസ്പിറ്റലിന്റെ ദൗത്യങ്ങള്, ഹോസ്പിറ്റലിന്റെ കാഴ്ചപ്പാടുകള്, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങള്, ഇതേക്കുറിച്ച് എല്ലാ സ്റ്റാഫും അവെയർ ആണ് അല്ലെ. അവെയർ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്, അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇനി carry out all the management decision in hospital. ആരാണ് അവ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്, ആരാണ്, അഡ്മിനിസ്ട്രേറ്റർ. കണ്ടോ, carry out all the management decision in hospital. അപ്പൊ നമുക്ക് ഞാൻ പറയാം അവിടെ carry out all the management decision in hospital. ഇതൊക്കെ നമുക്ക് പൂർണ്ണമൊക്കെ ചോദിക്കാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഫംഗ്ഷൻ ആണ് പറയുന്നത്. അദ്ദേഹം എന്താണ്, ഹോസ്പിറ്റലില് മാനേജ്മെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക. ക്യാരി ഔട്ട് നടപ്പിലാക്കുക, ക്യാരി ഔട്ട് നടപ്പിലാക്കുക. എല്ലാ മാനേജ്മെന്റിന്റെയും തീരുമാനങ്ങള് അല്ലെ നടപ്പിലാക്കുക. ക്യാരി ഔട്ട് all the management decision in hospital. ഹോസ്പിറ്റലിലെ എല്ലാ മാനേജ്മെന്റിന്റെയും ഡിസിഷൻ തീരുമാനങ്ങൾ നടപ്പിലാക്കുക. അടുത്ത നോക്കി, മാർക്ക് ഔട്ട് major rules, regulations and procedure and ensure their implementation. മാപ്പ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫോർമുലേറ്റ് എന്നാട്ടോ. രൂപപ്പെടുത്തുക അതാണ് മീനിങ്, രൂപപ്പെടുത്തുക. എന്തൊക്കെയാ ഫോർമുലേറ്റ് ചെയ്യേണ്ട, രൂപപ്പെടുത്തേണ്ട? മേജർ റൂൾസ്, റൂൾസുകള്, റെഗുലേഷൻസ്, പ്രൊസീജിയർ ആൻഡ് എൻഷ്യൂർ ദെയർ ഇംപ്ലിമെന്റേഷൻ. അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അത് നടപ്പിലാക്കുക. രൂപപ്പെടുത്തിയാൽ മാത്രം പോരാ അല്ലെ, അത് റൂളുകള്, റെഗുലേഷൻസ്, പ്രൊസീജിയർ ഇതെല്ലാം രൂപപ്പെടുത്തുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് നടപ്പിലാക്കുകയും ചെയ്യുക, അത് ഉറപ്പുവരുത്തുക. നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അഡ്മിനിസ്ട്രേറ്റർ ആണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. മാപ്പ് ഔട്ട് മേജർ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയർ. അത് രൂപപ്പെടുത്തുക, രൂപപ്പെടുത്തിയാൽ മാത്രം പോരാ, എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം ദെയർ ഇംപ്ലിമെന്റേഷൻ. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് ഏതാ? മേക്ക് ഷുവർ ദാറ്റ് റൂൾസ് ഫോർമുലേറ്റഡ് ആർ within the hospital policies. ഇനി എന്താ ഉറപ്പുവരുത്തണം? ആ ഫോർമുലേറ്റ് ചെയ്ത അല്ലെ, ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുക. ആ ഹോസ്പിറ്റലില് രൂപീകരിച്ചിട്ടുള്ള ഹോസ്പിറ്റലിലെ ആ നിയമങ്ങളില്, അത് ആ നിയമങ്ങള്, ആ ഫോർമുലേറ്റ് ചെയ്ത റൂൾസ് ഹോസ്പിറ്റലിന്റെ പോളിസിയിലുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പോളിസിയിലുള്ള റൂൾസ് ആണ് രൂപപ്പെടുത്തിയത് എന്ന് ഉറപ്പുവരുത്തുക. ശ്രദ്ധിച്ചേ, make sure that rules formulated, ആ ഫോർമുലേറ്റ് ചെയ്ത റൂൾസ് വിവരിക്കുക. ഇതാണ് ഫോർമുലേറ്റ് ചെയ്യുക. രൂപപ്പെടുത്തിയിട്ടുള്ള റൂൾസ് എവിടെ ഉള്ളിലായിരിക്കണം? ഏതിന്റെ ഉള്ളിൽ തന്നെയായിരിക്കണം? ഹോസ്പിറ്റൽസിന്റെ പോളിസികളില് ഉള്ളിൽ വരുന്ന റൂൾസ് ആയിരിക്കണം ഫോർമുലേറ്റ് ചെയ്തത്. അത് ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. ഇറ്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയി റിലേഷൻ. ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ട്, ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അക്കൗണ്ടബിൾ ഉത്തരവാദിത്തമുണ്ട്. നല്ലൊരു എംപ്ലോയി റിലേഷൻ, അതെ, നല്ലൊരു എംപ്ലോയർ റിലേഷൻ, അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. എംപ്ലോയി, അവിടുത്തെ സ്റ്റാഫുകളും എംപ്ലോയർ തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷൻ, അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയി റിലേഷൻ, നല്ലൊരു എംപ്ലോയി റിലേഷൻ നിലനിർത്തുന്നതിനും ഉത്തരവാദിത്തമുണ്ട്. അടുത്ത് നോക്കിയേ, വർക്ക് അറ്റൻറ്റീവ്ലി with other executives in hospital like the medical superintendent, nursing superintendent.
വർക്ക് അറ്റൻറ്റീവ്ലി. അറ്റൻറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി. ആരുമായിട്ട്? മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് തുടങ്ങിയ ഹോസ്പിറ്റലിലെ മറ്റ് എക്സിക്യൂട്ടീവ്സുകളുമായി എങ്ങനെ വർക്ക് ചെയ്യണം? ക്ലോസ് ആയിട്ട്. വർക്ക് അറ്റൻറ്റീവ്ലി, ശ്രദ്ധയോടുകൂടി നല്ല ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യണം. വർക്ക്സ് അറ്റൻറ്റീവ്ലി with other executives in the hospital like the medical superintendent and the nursing superintendent. Okay. Then, എത്രയാണ് പോയിന്റ്സ് ഒന്നുകൂടി പെട്ടെന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി സമയം ഉണ്ടെങ്കിൽ അടുത്ത് പറയാം. കുറച്ച് പോയിന്റ്സ് മാത്രമല്ലേ. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. രണ്ടാമത്തെ എന്താ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളും പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ. പിന്നെയാണ് നമ്മൾ കുറച്ച് 3-4 പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഹോസ്പിറ്റൽ പോളിസികളും അത് രൂപപ്പെടുത്തുകയും ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. പിന്നെ എന്താണ്? റൂൾസ്, ലോസ്, റെഗുലേഷൻസ്, എത്തിക്സ് ഇതൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഒരു ഹോസ്പിറ്റലിലെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഗവൺമെന്റ് റൂൾസ്, സ്റ്റാറ്റ്യൂട്ടറി മീൻസ് ഇതെല്ലാം ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. പിന്നെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുക. ഹോസ്പിറ്റലിന്റെ വിഷൻ ഒബ്ജക്റ്റീവ്സ് ഇതിനെ കുറിച്ച് എല്ലാ സ്റ്റാഫുകളും അവെയറാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ അടുത്ത ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക. മാപ്പ് ഔട്ട് എന്ന് വെച്ചാൽ ഫോർമുലേറ്റ് രൂപീകരിക്കുക. മേജർ റൂൾസ്, റെഗുലേഷൻ ആൻഡ് പ്രൊസീജിയർ ഇതെല്ലാം രൂപീകരിക്കുക. അത് തന്നെ അതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത റൂൾസ് ഏതിൽ വരുന്നതായിരിക്കണം? ഹോസ്പിറ്റലിന്റെ പോളിസിയുടെ ഉള്ളിൽ വരുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? നല്ലൊരു എംപ്ലോയി റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ അടുത്തത് എന്താണ്? മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് തുടങ്ങിയ ഹോസ്പിറ്റലിലെ മറ്റ് എക്സിക്യൂട്ടീവ്സുമായിട്ട് നല്ല ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? പോയിന്റ് ആയിട്ടല്ല കൊടുക്കുന്നത്. 11 പോയിന്റ്സ് വരെ നമ്മൾ പറഞ്ഞത്. ഈ ഒരു 3 ഉള്ളൂ. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 11 വരെ ഓക്കെ അല്ലേ? ഇതെല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഫംഗ്ഷൻസ് ആണോ അല്ലെങ്കിൽ അതിന്റെ റോൾസിൽ വരുന്നതാണോ, എന്തിനൊക്കെ ഉള്ള ഉത്തരവാദിത്വം ഉണ്ട്, എന്താണെന്നൊക്കെ ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഇത്രയും വലിയ പോയിന്റ്സ് ഒന്നും നിങ്ങൾ കുത്തിയിരുന്ന് ബൈപ്പാട്ടൊന്നും ചെയ്യണ്ട. നമുക്കവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയ നിങ്ങൾക്ക് അത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത്രയൊക്കെ ഉള്ളതേ ഉള്ളൂ. അപ്പൊ അതേ രീതിയിൽ നിങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ അതിനകത്ത് ചില പോയിന്റ്സുകൾ ചിലപ്പോ നമുക്ക് 3 ചോദിക്കാം. അതാണ് ഞാൻ 1-2 അവിടെ അടയാളപ്പെടുത്തി തന്നത്. ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് ചോദിക്കാം. ഇപ്പൊ തന്നെ അറിയാലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? ഹു ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ദ ഹോസ്പിറ്റൽ ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ റെസ്പോൺസിബിലിറ്റി ഹു ഈസ് സൂപ്പർവൈസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എല്ലാ ആക്ടിവിറ്റീസിന്റെയും മേൽനോട്ടം ആരാ? അവിടെ ഓപ്ഷൻ ഡോക്ടർ, നേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അറിയാം, നമുക്കറിയാം എല്ലാ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അങ്ങനെ കുറച്ച് ആൻസർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നേന്നുള്ളത് 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ കൂട്ടി തന്നാലും നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? എല്ലാരും ഫോളോ ചെയ്യുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? കുറച്ച് എടുക്കണോളൂ. ഇതൊരു ചെറിയൊരു ചാപ്റ്റർ ആണ്, പെട്ടെന്ന് തീർക്കാം, കുഴപ്പമൊന്നുമില്ല. ഒന്ന് വായിച്ചു വെച്ചാൽ മതി. കൃത്യമായിട്ട് അത് നിങ്ങൾ ചെയ്യാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.